ആദ്യം പാടാ. ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോവാടാ. അംഗൻവാടി പോകുന്നത് ബാലവാടിയിലാണോ പോണേ? അംഗൻവാടി അല്ലേ? ഞങ്ങൾ ചെന്നപ്പോഴത്തേനും താമസിച്ച് പോയി. ഒരു 2-3 പിള്ളേരും കൂടെ വരാനുണ്ടെന്നും പറഞ്ഞ് ടീച്ചറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മെമ്പറൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് പറഞ്ഞ് മെമ്പറിന് സമയം പോകും, അത് കാരണം തുടങ്ങാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നുണ്ടേ. ഞാൻ എൻ്റെ സ്വരം അപ്പടി മാറിയിരിക്കാനുണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്. 2 ദിവസം ഞാനിവിടെ അടുത്തൊരു വീട്ടിൽ പരിസരം ക്രിസ്മസൊക്കെ അല്ലേ, പരിസരം വൃത്തിയാക്കാനായിട്ട് പോയായിരുന്നു. അന്നേരം പൊടി അടിച്ചിട്ടാന്ന് തോന്നുന്നു തൊണ്ടയ്ക്ക് ഭയങ്കര കരകരപ്പും ഇതൊക്കെയാണേ. അത് കാരണം ഒരു സൗണ്ടൊരു വല്ലാതിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ഈ കാണുന്ന ക്രിസ്മസ് ട്രീയും ഈ പുൽക്കൂടും അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയത് ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഉമ്മായാണ്. അത് ഈ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കുട്ടി. ഈ ഇരിക്കുന്ന അതാണ് കേട്ടോ ആ പുൽക്കൂടും ഇതൊക്കെ ഉണ്ടാക്കിയത്. ഒരു മുസ്ലിം കൊച്ചാണ് കേട്ടോ. ഏതായാലും ഉണ്ടാക്കിയത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ. ആ ടീച്ചർ പറഞ്ഞാൽ നമുക്ക് തുടങ്ങിയേക്കാം, വെറുതെ വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുവാണ്. എല്ലാവരുടെയും കയ്യിൽ ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് കുഞ്ഞു പിള്ളേർക്കൊരു സന്തോഷത്തിന് വേണ്ടി ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. വരാമെന്ന് പറഞ്ഞവരൊക്കെ വന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് തുടങ്ങിയേക്കാമെന്ന് ടീച്ചറുണ്ട്. ടീച്ചർ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ എല്ലാവരും എഴുന്നേറ്റ് തന്നിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന ചൊല്ലാമെന്ന് പറഞ്ഞ് ഈശ്വര പ്രാർത്ഥന ചൊല്ലുവാണ് കേട്ടോ. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കുറച്ച് എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുടെ അമ്മ ഒരു പാട്ടൊക്കെ പാടി. പിന്നെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് ക്രിസ്മസ് സെലിബ്രേഷനും ബർത്ത്ഡേ എല്ലാം കൂടെ ഒന്നിച്ച് ആഘോഷിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നതാണ്. പേര് ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോനിരിക്കുന്നതുണ്ട്. അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അവർ സമയം പോയതും പറഞ്ഞ് അവർ പോയി. അത് അവിടെ നിന്നും എടുക്കാൻ പറ്റില്ല, ഞാനതൊന്നും. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോന്നു.